ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 6-ാമത്തെ അധ്യായത്തിലേക്ക് എത്തി. ധ്യാനയോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. നമുക്ക് നമ്മുടെ ദൗർബല്യങ്ങളെയൊക്കെ കളഞ്ഞ് വളരെയധികം ശക്തി ആർജിച്ച് വളരാൻ പറ്റിയിട്ടുള്ള പല ഉപായങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. അതിലെ ഒരു പരിശീലനമാണ് ധ്യാനം. ആ ധ്യാനയോഗത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു വേർഡാണ് തത്വമസി എന്ന്. അപ്പോൾ ഭഗവത്ഗീതയെ 18 അധ്യായങ്ങളിലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. അതിനെ നമുക്ക് 3 സെറ്റായിട്ട് തിരിക്കാം. 1 തൊട്ട് 6 വരെയുള്ള അധ്യായങ്ങൾ ത്വം എന്ന പദത്തെയാണ് തത് ത്വം അസി സൂചിപ്പിക്കുന്നത്. ത്വം. പിന്നീട് 7 തൊട്ട് 12 വരെയുള്ള അധ്യായങ്ങൾ തത് എന്ന പദമാണ് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത്. ഇനി അവസാനത്തെ 6 അധ്യായങ്ങൾ അസി എന്ന പദത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കണ്ടു, വിഷണ്ണനായിട്ടിരിക്കുന്ന അർജുനനാണ്. ഞാൻ അമ്പും വില്ലൊക്കെ താഴെ വെച്ച് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, എൻ്റെ ബന്ധുക്കളെ എനിക്ക് കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരർജുനനെയാണ് കണ്ടത്. 2-ാമത്തെ അധ്യായം ആകുമ്പോഴേക്കും ഉപനിഷത്തിലെ തത്വങ്ങളൊക്കെ അർജുനന് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നു. അർജുനന് അതൊക്കെ ഒരു പുതിയ അറിവാണ്. നമ്മൾ പുതിയ ക്ലാസ്സിൽ പുതിയ ലെസൺ പഠിക്കുന്ന മാതിരിയാണ്. അപ്പോൾ അവിടെ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു മഹാത്മാവിൻ്റെ പരമോന്നത നിലയൊക്കെ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് 2-ാം അധ്യായം അവസാനിച്ചത്. ആത്മസംയമനത്തിനും സമചിത്തതയ്ക്കും ഒക്കെ ഇത്രയും ഗുണങ്ങളുണ്ട് എന്നൊക്കെ വർണ്ണിച്ച് കേട്ടപ്പോൾ അർജുനന് കുറച്ച് ഉത്സാഹം കൂടി. അല്ലേ, ചില കഥകൾ അങ്ങനെയല്ലേ, നമ്മൾക്ക് ഇനി എന്താണ് സംഭവിക്കുക, സിനിമ കാണുമ്പോഴായാലും ലെസൺ വായിക്കുമ്പോഴായാലും ഒക്കെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും, ഇനി എന്താണ് സംഭവിക്കുക എന്ന്. അതുപോലെ അർജുനന് നല്ല ഔത്സുക്യം കൂടി. അപ്പോൾ ഒരു വിഷമ പ്രശ്നം വന്നപ്പോൾ അർജുനനോട് അങ്ങനെയാണല്ലോ, ആശയക്കുഴപ്പത്തിൽ വന്ന് ഞാൻ ചെയ്യുന്നില്ല, ചെയ്യണോ വേണ്ടയോ, യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം വന്നപ്പോഴാണ് ഭഗവാൻ അർജുനനോട് ഗീത ഉപദേശിക്കുന്നത്. അപ്പോൾ ഭഗവാന് മനസ്സിലായി, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ്, അർജുനൻ്റെ മനസ്സ് ഒരു ധ്യാനത്തിനൊന്നും യോഗ്യതയെ നേടിയിട്ടില്ല. ഈ ആൾക്ക് അങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് ധ്യാനം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമല്ല, ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ശോകാകുലമായിട്ടുള്ളൊരു മനസ്സാണ്, ബുദ്ധിയാണെങ്കിലും ഏതിലേക്ക് ചായണം എന്നുള്ള ഒരു സംശയബുദ്ധിയാണ് അർജുനനുണ്ടായിരുന്നത്. അതുകൊണ്ട് മറ്റു ചില ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് സ്വീകരിച്ച് ഇതിലേക്ക് എത്തിക്കണം അർജുനനെ. അതിനു വേണ്ടിയിട്ടാണ് 3-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യം വിവരിച്ചു കൊടുത്തത്. ആ കർമ്മയോഗം വിവരിച്ചു കൊടുത്തു കഴിഞ്ഞ് ആ കർമ്മയോഗം നമ്മളെങ്ങനെ കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിലും ചിലപ്പോൾ ചില നമ്മുടെ മനസ്സിനെ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ചില സംഭവങ്ങൾ ചിലപ്പോൾ ആ കർമ്മങ്ങളിൽ ഉടലെടുത്തു എന്ന് വരാം. അപ്പോൾ അതിനെയൊക്കെ നമ്മുടെ മുറിവ് മരുന്ന് പുരട്ടി ഉണക്കുന്ന പോലെ അതിനൊരു വിശ്രമം കിട്ടാൻ വേണ്ടിയിട്ടാണ് 4-ാമത്തെ അധ്യായത്തിലെ ജ്ഞാനകർമ്മ സന്യാസ യോഗം വിവരിച്ചത്. അപ്പോൾ ആദ്യം കർമ്മം ചെയ്യണമെന്ന് പ്രേരിപ്പിക്കും, പിന്നീട് അതിനെ കർമ്മസന്യാസമാക്കിയിട്ട് മാറ്റുകയും ചെയ്തപ്പം കർമ്മസന്യാസമാണ് നല്ലത് എന്ന് പ്രശംസിക്കുന്നു. അപ്പോൾ അർജുനന് വീണ്ടും ആശയക്കുഴപ്പം വന്നു. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഭഗവാന്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കർമ്മസന്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും കർമ്മത്തിൻ്റെ ഫലം അതിൽ പെടാതെ നമുക്ക് സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പറ്റും എന്ന് 5-ാമത്തെ അധ്യായത്തിൽ വീണ്ടും വിവരിച്ചു കൊടുക്കുന്നു. ഈ ജീവിച്ചിരിക്കുന്ന, അതായത് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുന്നേ തന്നെ
നമുക്ക് ഒരു യോഗിയാവാനായിട്ട് അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത് 5-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചു കൊടുക്കുന്നു. അവിടെ ഞാൻ കർമ്മം ചെയ്യുന്നതെല്ലാം ഞാനാണ് എന്ന ഭാവം നമ്മൾ ഉപേക്ഷിക്കണം. കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾക്ക് ഉത്കണ്ഠ ഉണ്ടാവാൻ പാടില്ല. യാതൊരു ഫലവും കാക്ഷിക്കാതെ കർമ്മം ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്യുന്നവരെ മറ്റുള്ള വാസനകളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തു. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ പരിധിയിൽ വരുത്തണം. ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ പോവാതെ ഇന്ദ്രിയങ്ങളെയെല്ലാം കടിഞ്ഞാണിട്ട് പിടിച്ച് നമ്മൾ പറയുന്ന പോലെ അനുസരിക്കണം. അതായത് ചുറ്റും എന്ത് നടന്നാലും അതെന്നെ ബാധിക്കില്ല എന്നുള്ള വിധത്തിൽ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തണം. അതിന് ധ്യാനമാണ് ഏറ്റവും നല്ലതെന്ന് അവസാനത്തെ ശ്ലോകത്തിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു. ആ ധ്യാനയോഗത്തിലെ 1-ാമത്തെ ശ്ലോകമാണ് ഇനി വായിക്കുന്നത്. ശ്രീ ഭഗവാനുവാച, ഭഗവാനാണ് പറയുന്നത്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നി ന ച അക്രിയ. മലയാളം: കർമ്മത്തിൻ ഫലമേൽക്കാതെ കർത്തവ്യം ചെയ്തിടുന്നവൻ നിത്യകർമ്മമനുഷ്ഠിക്കും യുക്തസന്യാസിയാണവൻ. കർമ്മഫലം അനാശ്രിത, കർമ്മഫലത്തെ ആശ്രയിക്കാതെ യഹ കാര്യം കർമ്മ കരോതി, ആരാണോ നിശ്ചയമായും ചെയ്തിരിക്കേണ്ട കർത്തവ്യം ചെയ്യുന്നത്, സഹ സന്യാസീച്ച യോഗീച്ച, അവൻ സന്യാസിയുമാണ് യോഗിയുമാണ്. നിരഗ്നിഹി ന അക്രിയ ച ന, അഗ്നിഹോത്രാദികളൊക്കെ മറ്റ് ക്രിയകളൊക്കെ ഉപേക്ഷിച്ച് ഞാൻ സന്യാസിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ യഥാർത്ഥത്തിൽ സന്യാസിയും ആവുന്നില്ല, യോഗിയും ആകുന്നില്ല. അപ്പോൾ യുദ്ധക്കളത്തു നിന്നൊക്കെ പിൻവാങ്ങിയിട്ട് സന്യാസത്തിന് പോവാം എന്ന് വിചാരിച്ചിരിക്കുന്ന അർജുനനെയാണ് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ യുദ്ധമൊക്കെ ഒഴിവാക്കിയിട്ട് പോവാമെന്ന് പറയുന്ന അർജുനനെയാണ് കണ്ടത് അവിടെ. എന്താ കാരണം വെച്ചാൽ ഈ നിഷ്കാമകർമ്മം ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ സന്യാസി എന്ന് അർജുനൻ അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ സന്യാസം, ഞാൻ നാളെ സന്യാസത്തിന് പോവാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് സന്യാസത്തിലേക്ക് പോകുന്ന ഒരാൾ അവിടെ സന്യാസഭാവം അയാൾക്ക് എത്തിയിട്ടില്ല. അങ്ങനെ അയാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തിന് മുഴുവനും, അയാൾക്കും ലോകത്തിന് മുഴുവനും ഒരു ശാന്തി വരുത്തുന്നില്ല, അതിന് പകരം അശാന്തി മാത്രമേ സൃഷ്ടിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ജീവിത പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒളിച്ചോടുകയാണ്. നമ്മളിതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഒരു ശ്രീനിവാസൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അല്ലേ, അതുപോലെ എനിക്ക് പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ നാളെ മുതൽ സന്യാസിയാവാണ്, എനിക്ക് ജീവിതത്തിലെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അതായത് കുറച്ച് കഷ്ടതകൾ വന്നതാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം വന്നപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് സന്യാസിയാവാനായിട്ട് പോയൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അർജുനനും കൂടെ ഒരു ചെറിയൊരു താക്കീത് ഭഗവാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു യോഗി ഒരു ധ്യാനം പരിശീലിച്ചിട്ട് തൻ്റെ ചിത്തം അല്ലെങ്കിൽ മനസ്സിനെ സമനിലയിലെത്തിക്കും, അതിനുള്ളൊരു പരിശീലനമാണ് ധ്യാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മനസ്സും ബുദ്ധിയൊക്കെ സമനിലയിലെത്തുമ്പോൾ അവരെ നമ്മൾ യോഗിയെന്ന് വിളിക്കുന്നു. അവർ ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ, ഞാൻ ഗൃഹസ്ഥാശ്രമമൊന്നും എനിക്ക് വേണ്ട, അതൊന്നും എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് നാളെ മുതൽ സന്യാസത്തിന് പോയി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിലൊരു സന്യാസിയല്ല. കാരണം നമ്മൾ ചെയ്യേണ്ട കർത്തവ്യകർമ്മം അല്ലേ, നിശ്ചയമായും ചെയ്തിരിക്കേണ്ട കർമ്മം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അവിടെ ഫലം ഇച്ഛിക്കേണ്ട, രാഗദ്വേഷങ്ങളൊക്കെ വെടിഞ്ഞ് ഒരു ഗൃഹസ്ഥനായിട്ട് തൻ്റെ കർമ്മങ്ങൾ ചെയ്യുക. ഇന്ന ഫലം കിട്ടണം എന്ന് വിചാരിച്ചല്ല നമ്മൾ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരു ഗൃഹസ്ഥാശ്രമം നമുക്ക് വിധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. അവിടെ കർമ്മം ചെയ്യുക, നമ്മൾക്ക് അത്യാവശ്യം വേണ്ട കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ആസക്തി ഒഴിവാക്കിയിട്ട് ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ ഇന്ന ചെറിയ കാര്യങ്ങൾ, അതായത് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്,
ഒരു കുടുംബമാണ്. ഇപ്പോൾ ഭർത്താവാണെങ്കിൽ ഭാര്യയെ നോക്കണം, ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ശുശ്രൂഷിക്കണം, മക്കളായിക്കഴിഞ്ഞാൽ അവരെ ശുശ്രൂഷിക്കണം. ഇതൊന്നും അമിതമായിട്ടുള്ള ഒരളവിൽ പാടില്ല. ഒരു ലിമിറ്റ് വെച്ച്, അതായത് എൻ്റെ കർമ്മങ്ങളാണ് എന്ന രീതിയിൽ കർമ്മം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവൻ ആരാണ്? ഒരു സന്യാസിയും യോഗിയും ഒക്കെയാണ്. കാരണം മനസ്സുകൊണ്ട് എല്ലാം മെല്ലെ മെല്ലെ ത്യജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് പകരം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോവുകയാണ്, നാളെ മുതൽ വീട് ഉപേക്ഷിച്ചു, ഞാൻ സന്യാസിയാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സവിടെ വീട് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥത കിട്ടില്ല. അയാൾ സന്യാസി ആവാനും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ സന്യാസിയാവുന്നില്ല, യോഗിയാവുന്നില്ല, കർമ്മം ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതിന് മുന്നേ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെറുതെ ഇരിക്കുക എന്നൊരു കൺസെപ്റ്റ് ഇല്ല അവിടെ. വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മളുടെ ചിന്തകൾ ഇങ്ങനെ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ട് ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് അയാൾ ഒരിക്കലും സന്യാസി ആവുന്നില്ല. അപ്പം നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിച്ച് ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ സന്യാസം യോഗി, സന്യാസി യോഗി, അല്ലെങ്കിൽ സന്യാസം യോഗം, ഇത് രണ്ടും പരസ്പരം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒന്നില്ല. അപ്പോൾ ഇവിടെ യോഗി തന്നെയാണ് സന്യാസി എന്ന് പറയുമ്പോൾ സന്യാസീച്ച യോഗീച്ച എന്ന് പറയുന്നുണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ വീണ്ടും വരുന്നുണ്ട്. യോഗി തന്നെയാണോ സന്യാസി? ഇത് തമ്മിൽ വ്യത്യാസമില്ലേ എന്നൊരു ചെറിയ സംശയം വരും. അത് രണ്ടാമത്തെ ശ്ലോകത്തിൽ തീർത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരാൾ സാധാരണയായിട്ടും നമ്മൾക്ക് കുടുംബം ആയിക്കഴിഞ്ഞാൽ കുടുംബമാവുന്നതിന് മുന്നേ ആണെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഭാര്യയായി ഭർത്താവായി കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ബന്ധുക്കളെയും കുടുംബത്തെയും ഒക്കെ പുലർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്. അവിടെ സ്വന്തം താല്പര്യമാണ്. അതായത് എൻ്റേത്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, ഈ കാര്യം കൊണ്ട് എനിക്ക് ഫലം കിട്ടണം. ഇതിങ്ങനെയാണ് സാധാരണ അല്ലേ നമ്മളെ മാറ്റത്തിൽ ലൗകികരെല്ലാവരും തന്നെ ജീവിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലാണ്. ഇതൊന്നുമില്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റുപോലുമില്ല. ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് എത്രയ്ക്കും അതിനോട് നമ്മൾ ആ ബന്ധം പുലർത്തുന്നു, മമത കാണിക്കുന്നു എന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളോട് പറയുന്നത് ഒരു യോഗി ആവണമെങ്കിൽ ഇതൊന്നും ഫലമൊന്നും ഉദ്ദേശിക്കാതെ കർമ്മം ചെയ്തോളൂ, ഫലം വന്ന് ചേരും എന്നാണ് പറഞ്ഞേക്കണേ അല്ലേ. നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കൂ, അതിൻ്റെ ഫലം എന്തോ ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനിൽ അർപ്പിച്ച് വേണം ചെയ്യാൻ. എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കുടുംബം പുലർത്താനല്ല. എല്ലാം ഭഗവത്മയാണ്, ഭഗവാന് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് സന്യാസിയാണ് എന്നും യഥാർത്ഥത്തിൽ അദ്ദേഹം യോഗിയാണെന്നും നമ്മൾ പറയുന്നത്. ഈ ശ്ലോകത്തിൽ അവസാനം പറയുന്നത് അഗ്നിഹോത്രാദികളും മറ്റ് ക്രിയകളൊക്കെ ഉപേക്ഷിച്ച് ഞാൻ സന്യാസിയാവാണ് അല്ലെങ്കിൽ യോഗിയാവാൻ പോവുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതൊക്കെ ഒളിച്ചോടുകയാണ്, ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാവുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാതെ ഇതൊന്നും എനിക്ക് ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ സന്യാസം സ്വീകരിക്കാൻ പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കുമുള്ള ഒരു താക്കീതാണിത്. എല്ലാം നമ്മൾ ധ്യാനം പരിശീലിച്ച് എങ്ങനെയാണ് ധ്യാനത്തിന് ഇരിക്കേണ്ടതെന്നുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഭഗവാനിലേക്കുള്ള ഒരടുപ്പം അല്ലെങ്കിൽ ആ ഭഗവാനിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ധ്യാനം ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ അവർ എന്താവുന്നുള്ളൂ, ഒരു സന്യാസിയും യോഗിയുമായിട്ട് തീരുന്നുള്ളൂ. നമ്മളും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? നമ്മൾ താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഭഗവാനെ സമീപിക്കരുത്. ഇതെല്ലാം നമ്മൾ മുന്നിലുള്ള അധ്യായങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അമ്പലത്തിൽ പോകുന്നു, തേങ്ങ ഉടയ്ക്കുന്നു, നാളെ എനിക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ തേങ്ങ ഉടയ്ക്കുന്നു, വേറൊരു കാര്യം സാധിക്കണം, ലോട്ടറി കിട്ടണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം, എന്ത് വേണമെങ്കിലും ആവാം. ഇതിനൊക്കെയാണ് സാധാരണ ജനങ്ങൾ പോയിട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്?
നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് യാതൊരു ആഗ്രഹങ്ങളുമില്ല ഭഗവാനെ, എനിക്ക് അമിതമായിട്ടുള്ള സ്വത്തോ സമ്പത്തോ അല്ലെങ്കിൽ ഒന്നും തന്നെ ആവശ്യമില്ല, പിന്നെ എന്താണ് എനിക്ക് അത്യാവശ്യം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിച്ച് തരേണ്ടത് എന്താണ്? ഭഗവാനിലുള്ള അല്ലെങ്കിൽ അങ്ങയിലുള്ള ഒരു ഭക്തി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഭഗവാൻ കണ്ടറിഞ്ഞോളും. എനിക്ക് ഭഗവാനിൽ ഭക്തി വേണം. സത്യത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ദിവസം ചെന്നും പ്രാർത്ഥിക്കേണ്ടത്. ഒരു ദിവസം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പറ്റുമെങ്കിൽ എന്നും ഭഗവാന്റെ ആ തിരുമുഖം നമുക്ക് എന്നും രാവിലെ, പ്രത്യേകിച്ചും രാവിലെ പറ്റുകയാണെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ ഏത് നേരത്തായാലും ഒന്ന് കാണാൻ പറ്റുക. അപ്പോൾ ആ ഭക്തി നമ്മളുടെ മനസ്സിലേക്ക് ഭഗവാനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഭഗവാന്റെ മുഖം അല്ലെങ്കിൽ ആ ഭഗവാന്റെ രൂപം, അതിനാണല്ലോ വിഗ്രഹങ്ങളായിട്ട് അമ്പലങ്ങളിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വായുവിൽ നിന്ന് പെട്ടെന്ന് ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വിഗ്രഹങ്ങളായാലും മതി. അതാണ് വിഗ്രഹാരാധന. അപ്പോൾ അതിൽ നിന്ന് അത് കണ്ട് നമുക്ക് എനിക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാവണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ചിലപ്പോൾ ലോട്ടറി അടിക്കണ മാതിരി, ചിലപ്പോൾ പൊട്ടൻ ലോട്ടറി അടിച്ചോ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ നടന്നേക്കാം, നടക്കാതിരിക്കാം. നടന്നില്ലെങ്കിലോ പിന്നെ ഭഗവാനായുള്ള കുറ്റങ്ങൾ മുഴുവനും. അപ്പോൾ ഈ ധ്യാനയോഗം നമ്മൾ ഒന്നാമത്തെ ശ്ലോകം ഇപ്പോൾ ചൊല്ലിക്കഴിഞ്ഞു. ആദ്യം ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷനും തന്നു. രണ്ടാമത്തെ ശ്ലോകം അടുത്ത ദിവസം ചൊല്ലാം. അപ്പോൾ ആരാണ് സന്യാസി, ആരാണ് യോഗി എന്നുള്ളത് ക്ലിയറാക്കി കൊടുക്കുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ചെയ്തത്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണോ.